ഇന്നുണ്ടായ മറ്റൊരു പ്രധാന വാർത്ത രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് വിലയിടിഞ്ഞ ഒരു വാർത്തയാണ്. ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം ഏറെ നാളായി ക്രമേണ ഇങ്ങനെ ഇടിഞ്ഞു വരികയായിരുന്നു. പക്ഷേ അത് ഇന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു. അതായത് 70 രൂപയായി അത് $1 70 രൂപയായി അതിൻ്റെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു. അത് സർവ്വകാല റെക്കോർഡാണ്. ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത ഒരു റെക്കോർഡിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു. ഈ രൂപയുടെ മൂല്യം കുറയുന്നത് എന്ത് ആഘാതമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുക, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്നെല്ലാം നാം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഒരു കറൻസിയുടെ മൂല്യം ഇടിയുന്നത് അതിന് പല കാരണങ്ങളുണ്ട്, വ്യത്യസ്തമായ പല കാരണങ്ങളാലാണ് ഉള്ളത്. പക്ഷേ ഇക്കുറി അത് സംഭവിച്ചിട്ടുള്ളത് തുർക്കിയിൽ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അമേരിക്കയുടെ ഒരു ഉപരോധം നേരിടുന്നുണ്ട്. കാര്യം തുർക്കി ഒരു നാറ്റോ സഖ്യശക്തിയാണ് അമേരിക്കയുടെ. പക്ഷേ ഏറെ നാളായി തുർക്കിയും അമേരിക്കയും തമ്മിൽ പല വിധത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളാൽ ഉരസലിലാണ്. നേരത്തെ തുർക്കിയും യൂറോപ്യൻ യൂണിയനും അത്തരത്തിലുള്ള ഒരു ഉരസലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2016 തുർക്കിയിലുണ്ടായ ഒരു പട്ടാള അട്ടിമറിയെ തുടർന്ന് അതിൻ്റെ കാരണക്കാരനായ ഫത്തൂല്ല ഗുലൻ എന്ന് പറയുന്ന അമേരിക്കയിൽ താമസക്കാരനായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനുണ്ട്. അയാളുമായി ബന്ധമുള്ള ഒരു ഇവാഞ്ചലിക്കൽ പാസ്റ്ററെ തുർക്കി അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഇവാഞ്ചലിക്കൽ പാസ്റ്റർക്ക് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസുമായി ബന്ധമുള്ളയാളാണ്. അദ്ദേഹത്തെ തടവിൽ നിന്ന് വിട്ടയക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. പക്ഷേ ഈ അട്ടിമറിക്ക് പിന്നിലുള്ള സൂത്രധാരരുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് തുർക്കി ആരോപിക്കുന്നത്. ഇതേ തുടർന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അമേരിക്ക അവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കും നിയമവകുപ്പ് മന്ത്രിക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അതുകൂടാതെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു സാമ്പത്തിക യുദ്ധത്തിൻ്റെ ഫലമാണ് തുർക്കിയുടെ നാണയമായ ലിറയുടെ മൂല്യം ഇടിയാനുള്ള കാരണം എന്ന് തുർക്കി തിരിച്ചും ആരോപിച്ചു. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗാൻ തിരിച്ചും ആരോപിച്ചിരുന്നു. എന്തായാലും യൂറോപ്പിലെ ഏറ്റവും വളർച്ചയുള്ള സാമ്പത്തിക ശക്തികളൊന്നായ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ 13ാം സ്ഥാനത്താണ് തുർക്കിയുടെ സ്ഥാനം. അത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായ തുർക്കിയുടെ നാണയത്തിനേറ്റ തിരിച്ചടി അവരുടെ സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആ പ്രതിസന്ധിയുടെ അലയൊലികൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസ്, വികസന രാജ്യങ്ങളിൽ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തുർക്കിയിലുണ്ടായ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായിട്ടാണ് ഇന്ത്യൻ നാണയമായ രൂപയുടെ മൂല്യമിടിയാനുള്ള കാരണം. ഇനി നമുക്കതിൻ്റെ ചില വിശദാംശങ്ങളാണ് നോക്കേണ്ടത്. ഈ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം അത് പെട്രോളിയം ഇറക്കുമതിയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ ക്രൂഡ് ഓയിൽ നാം വാങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉപഭോഗത്തിനുള്ള ഏതാണ്ട് 80% ക്രൂഡ് ഓയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്. അത്തരത്തിൽ പെട്രോളിയം വാങ്ങുമ്പോൾ അതിന് നാം ഡോളറിനാണ് പണം നൽകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നമുക്ക് കൂടുതൽ രൂപ ഡോളറിന് വേണ്ടി നീക്കി വെക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മളുടെ കരുതൽ വിദേശ നാണ്യ ശേഖരത്തിൽ കുറവുണ്ടാകുന്നു, ഡോളറിലുള്ള ശേഖരത്തിൽ കുറവുണ്ടാകുന്നു. കൂടുതൽ ഡോളർ നൽകേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇത് നേരെ പെട്രോളിയം ഇറക്കുമതിയെ ബാധിക്കും. അതുപോലെ ഇന്ധനവില കൂടും. മറ്റൊന്ന്, ഇത് വിലക്കയറ്റം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായി നമുക്കറിയാം, രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നതോടെ രാജ്യത്ത് വിലക്കയറ്റം കൂടും. അത് പണപ്പെരുപ്പത്തിനും ഇടയാക്കി മാറ്റും. ഈ പണപ്പെരുപ്പം ഉണ്ടാക്കുന്നതോടെയാണ് വിലക്കയറ്റം, അതുപോലെ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഒരു ആനുപാതികമായി വർദ്ധിക്കുകയാണ് ചെയ്യുക. ഇന്ധനവില ഉയരുമ്പോൾ സ്വാഭാവികമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും. പലചരക്ക്, പച്ചക്കറി, പാൽ, അങ്ങനെ തുടങ്ങി നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും എന്നുള്ളതാണ് അതിലേറ്റവും ദോഷകരമായ കാര്യം. മറ്റൊന്ന്, നാം ഇറക്കുമതി ചെയ്യുന്ന പാർട്സുകളുള്ള, ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ, മൊബൈൽ, കാറ്, ഇതിൻ്റെ എല്ലാം ചില പാർട്സുകൾ നാം ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരം ഉൽപ്പന്നങ്ങളുടെ വില സ്വാഭാവികമായും വർദ്ധിക്കും. മൊബൈൽ ഫോണിൻ്റെ, കമ്പ്യൂട്ടറിൻ്റെ, അതുപോലെ കാറുകളുടെ വില. പണപ്പെരുപ്പം വർദ്ധിക്കും. അതായത് മാർക്കറ്റിൽ നാം കൂടുതൽ പണം ഉപയോഗിക്കേണ്ടി വരും. അതായത് വിലക്കയറ്റം വർദ്ധിക്കുന്നതോടൊപ്പം മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങും. അതായത് കൂടുതൽ പണം നൽകിയാലേ നമുക്ക് അതുവരെ നാം വാങ്ങിക്കൊണ്ടിരുന്ന വസ്തുക്കൾ ലഭിക്കുകയുള്ളൂ എന്ന് വരുമ്പോൾ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുകയും അത് ഇൻഫ്ലേഷന് കാരണമാവുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം, വിദേശയാത്ര, വിദേശ പഠനം, ഇവയ്ക്കെല്ലാം ചെലവ് കൂടും. നമുക്കറിയാം, രാജ്യത്തെ നിരവധി വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ ടൂറിസം, അങ്ങനെ വിനോദസഞ്ചാരത്തിനും മറ്റുമായിട്ട് വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്നവരുമുണ്ട്. ഇതിനെല്ലാം ചെലവ് കൂടുകയാവും അതിൻ്റെ മറ്റൊരു ഫലം. ഇനി അതിൻ്റെ മറ്റൊരു കാര്യം, ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന പണപ്പെരുപ്പം കുറയ്ക്കാൻ വേണ്ടി ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കും. സ്വാഭാവികമായും നമ്മൾ അടച്ചു വരുന്ന വായ്പയുടെ തവണ അടയ്ക്കുമ്പോൾ അത് കൂടുതൽ തുക അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് ഈ ഡോളറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ ഡോളറിൻ്റെ മൂല്യം എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു? 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ $1 $1 എന്നുള്ളതായിരുന്നു അവസ്ഥ. അതായത് ഡോളറിൻ്റെയും രൂപയുടെയും മൂല്യം ഒന്ന് തന്നെയായിരുന്നു. പിന്നീട് ക്രമാനുഗതമായി ഇത് കുറഞ്ഞു വരുന്നു. ഒരു ഘട്ടത്തിൽ രാജ്യത്ത് വിദേശ നിക്ഷേപം
വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഭരണകൂടം തന്നെ രൂപയുടെ മൂല്യം ഇടിക്കുന്ന ഒരു സംഭവം, അത്തരം മൂല്യം കുറയ്ക്കുന്നതിന് ചില സാമ്പത്തിക കാരണങ്ങളുണ്ട്. രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു കാരണമാണ്. എന്തായാലും ഇത് അതിൻ്റെ ഒരു ഇയർ വൈസ് കണക്കാണ്, വർഷം തോറുമുള്ള കണക്കാണ്. 47-ൽ കേവലം 1 രൂപയായിരുന്നു, ഡോളറിന് 1 രൂപയായിരുന്നു. അതായത് ഡോളറിൻ്റെയും രൂപയുടെയും മൂല്യം തുല്യമായിരുന്നെങ്കിൽ അത് 66-ൽ 7.5 രൂപയായി മാറി, 75-ൽ 8 രൂപ 40 പൈസയായി, 84-ൽ 12.36 രൂപയായി, 90-ലെത്തുമ്പോൾ 17.5 രൂപയാണ്, 91-ൽ അത് 24 രൂപയായി വർദ്ധിച്ചു. വലിയ മാറ്റമാണ്. ഈ 90-ലും 91-നും ഇടയ്ക്കുണ്ടാകുന്ന വലിയ മാറ്റമാണ്. നമുക്കറിയാം ആഗോളീകരണ കാലമാണ്. ആഗോളീകരണവും സാമ്പത്തിക ഉദാരീകരണവും രാജ്യത്ത് ആരംഭിച്ച കാലത്താണ് ആ അത്തരത്തിൽ വർധന ഉണ്ടാകുന്നത്. 92 ആകുമ്പോൾ അത് 28.97 ആകുന്നു. 95-ൽ വലിയ കുതിച്ചുചാട്ടം 34.96 രൂപയാകുന്നു. 2000-ൽ അത് പിന്നെയും വർദ്ധിക്കുന്നു, 46.78. അങ്ങനെ ക്രമാനുഗതമായി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതൊരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ്. ഈ മൂല്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് നില മെച്ചപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. എന്തായാലും ഇതിന് ഗുണപരമായും ദോഷകരമായ ധാരാളം വശങ്ങളുണ്ട്. ഗുണപരമായ ഒരു വശം എന്നാൽ പ്രവാസികളായ ഇന്ത്യക്കാർ, മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കുള്ള ലഭിക്കുന്ന വരുമാനത്തിൽ അവർക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കുമ്പോൾ അവർക്ക് കൂടുതൽ മൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗുണപരമായ വശം. പക്ഷേ ഒരു മൊത്തത്തിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നോക്കുമ്പോൾ അത് കൂടുതൽ ദോഷകരമായി വരാനാണ് സാധ്യത. എന്തായാലും ഇത് സംബന്ധിച്ചൊരു വിശകലനം നടത്താൻ സാമ്പത്തിക വിദഗ്ധനും സാമ്പത്തിക മാധ്യമ പ്രവർത്തകനുമായ ജോർജ് ജോസഫ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. രൂപയുടെ മൂല്യത്തകർച്ച രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോളർ വില ഏറ്റവും ഒരു റെക്കോർഡ് നിലവാരത്തിലേക്ക്, ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 70 രൂപയ്ക്ക് മുകളിൽ 70.08 രൂപ വരെ ഇന്ന് ഡോളർ വില ഉയർന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ ചില പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് തുർക്കിയും അമേരിക്കയും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന വ്യാപാര തർക്കവും തുർക്കിക്കെതിരായിട്ടുള്ള അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധവുമാണ് പ്രധാനമായും ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് ലോകത്തെ, പ്രത്യേകിച്ച് വികസന രാജ്യങ്ങളിലെ കറൻസികളെ നയിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം രൂപയുടെ മൂല്യം 9% കണ്ട് ഇടിഞ്ഞിരിക്കുകയാണ്. മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യത്തിലാണ് ഏറ്റവും വലിയ തകർച്ച കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെക്കുന്ന ഒന്നാണ്. കാരണം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും വില സ്വാഭാവികമായി വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് ക്രൂഡ് ഓയിലിനാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില രാജ്യാന്തര വിപണിയിൽ ഉയർന്നില്ലെങ്കിലും, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയുടെ തോത് നമ്മൾ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും നമ്മൾ കൂടുതൽ വില നൽകേണ്ടതായിട്ട് വരുന്നു. ഉദാഹരണത്തിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു ബാരലിന് $70 ആണെങ്കിൽ നമ്മൾ 1000 ബാരലാണ് ഇറക്കുമതി ചെയ്യണമെങ്കിൽ $70,000 കൊടുക്കേണ്ടതായി വരുന്നു. അപ്പോൾ $70,000 നമ്മൾ കൊടുക്കുമ്പോൾ രൂപയുടെ മൂല്യം 65 രൂപയോ 66 രൂപയോ ആണെങ്കിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തുക 70 രൂപയാവുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായി വരുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ഘടകം. ശരി, ഇത് തന്നെയാണ് പ്രശ്നം. ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി വരും. കാരണം കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോൾ BJP അതിനൊരു പ്രചാരണായുധമാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ അതൊരു പ്രചാരണായുധമാക്കി പ്രതിപക്ഷം മാറ്റുമെന്ന് ഉറപ്പിക്കാം. ഇതാണ് ഡോളറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാന വാർത്ത നൽകാനുണ്ട്. അത് നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളന്മാർ എന്നൊരു വിഭാഗമുണ്ട്. അത് രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ തമാശ കലർത്തി സിനിമയുടെ മെമ്പൊടി ചേർത്തമെല്ലാം അവതരിപ്പിക്കുന്ന ട്രോളുകൾ, ആ ട്രോളുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. പക്ഷേ കേരള പോലീസ് തന്നെ ട്രോളന്മാരായി മാറിയാലോ? കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ചില ട്രോളന്മാരായ പോലീസുകാരാണ്.